ഇതിലേതാ ഇർലാൻഡ്? മെട്രിക്കുലേഷനുമായിട്ട് കൊത്തയെന്ന് പോയത് PhD എടുത്തിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഹാർട്ട് സർജറി എന്ന് പറയാം. ഹായ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരത്തിനായി തയ്യാറെടുക്കണം. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കരുത്തരുള്ള ഒഡീഷ FC ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നമുക്ക് വളരെ ടഫായിരിക്കും. കാരണം മലയാളികൾ അടങ്ങിയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഒഡീഷ FC. കാരണം ഒഡീഷ FCയുടെ കോച്ച് എന്ന് പറഞ്ഞ മുൻ ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള PV പുരുഷോത്തമനാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കാം പുള്ളിക്കാരൻ ടീമിനെ ഇറക്കുന്നത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അതിഗംഭീര പെർഫോമൻസ് ആണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ പിന്നെ ഈ ഒരു മത്സരം കാണാൻ ആരാധകർക്ക് പോവുക ചെയ്യാം. പക്ഷെ ഈ ഒരു പ്രതിഷേധം നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ വിചാരിച്ച ആ ഒരു ടീമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രതിഷേധം തുടർന്നേ പറ്റും. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലോട്ട് വരാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മത്സരത്തെ ആ ഒരു 11 കൊണ്ട് തന്നെ ആയിരിക്കാം ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ ഈ ഒരു മത്സരത്തിലും ഇറങ്ങാനുള്ള ചാൻസ് കാണുന്നത്. പക്ഷെ ആ ഒരു 11-ൽ കുറച്ച് ഡൗട്ടിലെ കാര്യം എന്താ വെച്ചാൽ കരീം ബനാരിഫ് ഈ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ ചെറിയൊരു ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് റിക്കവറായി വന്നുകൊണ്ടെന്ന് നമുക്ക് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. സോ അതെന്തായാലും ഒരു ഡൗട്ട് തന്നെയാണ്. പിന്നെ മെത്യാസ് ഹെർണാണ്ടസ് ഈ ഒരു മത്സരത്തിന് ഒരു പക്ഷെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ മത്സരത്തൊക്കെ എല്ലാ പോരായ്മകളൊക്കെ പരിഹരിച്ച് ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് അതിഗംഭീരമായിട്ട് വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രതീക്ഷ വെച്ച് നമ്മൾ മാനേജ്മെന്റിനോടുള്ളതും ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. സോ അപ്പൊ അത്തരത്തിലുള്ള ഈ വീഡിയോനെ കുറിച്ച് പറയാൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അഭിപ്രായം ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.